ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലമരുമ്പോൾ നമുക്കൊന്ന് മോസ്കോയിലും മാലിദ്വീപിലും അബുദാബിയിലുമൊക്കെ പോയി വരാം. എനിക്കൊപ്പം ഇപ്പോൾ വന്നാൽ ഇവിടങ്ങളിലേക്ക് പോകാൻ പാസ്പോർട്ടോ വിസയോ കരുതേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം അവിടേക്കൊക്കെ പോകാം. ഒപ്പം നിങ്ങളും പോന്നോളൂ. ഇത് മോസ്കോയാണ്. മലപ്പുറത്തെ ഈ മോസ്കോയിൽ നിന്ന് മാലിദ്വീപിലേക്കും സൗദിപ്പടിയിലേക്കൊക്കെ പോയി വരാൻ ഒരു ദിവസം മാത്രം മതി. എന്തുകൊണ്ട് ഇവിടെ ഇത്തരം പേരുകളെന്നല്ലേ? കഥകൾ കേൾക്കാം. ആനക്കയം പഞ്ചായത്തിലാണ് മോസ്കോ. മലപ്പുറത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരം. നിലവിൽ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയാണ് മലപ്പുറത്ത് കൂടുതലെങ്കിലും ഇവിടെയുള്ളവർക്ക് ഇടതു രാഷ്ട്രീയത്തോടാണ് പ്രിയം. പേരിനു പിന്നിലെ കാരണവും അതുതന്നെ. ഇപ്പോൾ വൈകുന്നേരമാണ് പൊതുവെ ഒരു ഇടതുപക്ഷ ചായവുള്ള മണ്ഡലമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികൾ പിന്നെ ഇവിടെ ഒരു മോസ്കോ യൂത്ത് വിങ് പറഞ്ഞ ക്ലബ്ബ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു മോസ്കോ എന്നുള്ളൊരു പേര് സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഈ ഇവിടെ സൗന്ദര്യവൽക്കരണം ഇതൊക്കെ ആയിട്ട് ചെടികളും കാര്യങ്ങളും ഇതൊക്കെ ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നന്നമ്പ്ര പഞ്ചായത്തിലാകെ ഒരു ഗൾഫ് ടച്ചാണ്. അബുദാബി റോഡ്, ദുബായ് പീഡിക, പ്രവാസി നഗർ, അതിനിടയിൽ ഒരു മലേഷ്യ റോഡും. ആനക്കയം പഞ്ചായത്തിലുണ്ട് ഒരു സൗദിപ്പടി. പണ്ട് മുതലേ പ്രവാസികൾ കൂടുതലുള്ള സ്ഥലമെന്ന നിലയ്ക്കാണ് ആ പേര് വീണത്. ഇത് ഉള്ളോട്ട് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ എല്ലാ ആളുകൾ സൗദിയിൽ ജോലിക്ക് വേണ്ടി പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ കുറച്ച് ആളുകളൊരു മനസ്സിൽ വന്നൊരു ആശയമാണ് ഈ പ്രദേശത്ത് സൗദിപ്പടി എന്ന് പേര് ഇടണം എന്നുള്ളത്. ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ പേര് വന്നിട്ടുണ്ട്. താനൂരിലാണ് മാലിദ്വീപ്. പൂരപ്പുഴയ്ക്കും പെരുന്തോടിനുമിടയിൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. അങ്ങനെ നാട്ടുകാർ ഇട്ട പേരാണ് മാലിദ്വീപ്. താനൂർ നഗരസഭയിലെ 4ാം വാർഡാണിത്. മാലിദ്വീപ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൊണ്ടൊരു കാരണന്മാരിട്ടൊരു പേരാണ്. പിന്നെ അതെല്ലാം വെള്ളം നിന്നതിൻ്റെ ഒരു പാട ഏരിയയാണ്, സ്ഥലമാണ്. പിന്നെ കൂടുതലായിട്ട് പഴവർഗ്ഗങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ പഴവർഗ്ഗങ്ങൾ ഒരു ഏരിയ തന്നെ ആയിരുന്നത്. കൂടുതലും മാങ്ങ, മറ്റ് അനിച്ചക്ക, അങ്ങനത്തെ ഓരോ പഴവർഗ്ഗങ്ങളുണ്ടായിരുന്ന ഏരിയയാണ്. അന്ന് കാരണന്മാരിട്ടൊരു പേരാണ് മാലിദ്വീപ്. അതിപ്പോൾ നിലനിന്ന് പോകുന്നു. ഭംഗിയുള്ള സ്ഥലമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതന്നെ ഏറ്റവും റാഹത്ത്. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മനോഹരമായ താനൂരിലെ മാലിദ്വീപിൽ നിന്നും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ഇതുപോലെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കോട്ടയത്തും മോസ്കോ ഉണ്ടെന്നാണ് ജോസ്വിൻ ജോസഫ് പറയുന്നത്. മോസ്കോ മാത്രമല്ല, കോട്ടയത്താണ് ദേവലോകമുള്ളത്. അതുപോലെ വത്തിക്കാനുള്ളതൊക്കെ കോട്ടയം ജില്ലയിലാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ നിലയിലുള്ള ഈ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പേരുകൾ നമുക്ക് കാണാം. ഏതായാലും ഒരു ജില്ലയിൽ തന്നെ ഇത്രയും കൂടുതൽ സ്ഥലങ്ങൾ, വിദേശ രാജ്യങ്ങളുടെ പേരുകളുള്ള സ്ഥലങ്ങൾ എന്നത് അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നത് അത് മലപ്പുറത്തിന് തന്നെയായിരിക്കും എന്നാണ്. അതിൽ രവികുമാർ പറയുന്നു, വെറുതെ കൊതിപ്പിച്ചു ഒരു വിദേശയാത്ര തരപ്പെട്ടു എന്ന് വിചാരിച്ചതാണെന്ന്. ഏതായാലും ഈ സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളാണ്, അവിടേക്ക് പോകുന്നതിന് ഏതായാലും പാസ്പോർട്ടും വിസയൊന്നും വേണ്ട. അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി വരാം. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഇത്തരം വാഗ്ദാനങ്ങൾ പാഴ്വാക്കാണെന്ന് തിരിച്ചറിഞ്ഞ കുറേ കുടുംബങ്ങൾ കോട്ടയം ചങ്ങനാശ്ശേരി AC റോഡ് പുറമ്പോക്കിലുണ്ട്. പട്ടയം ഉറപ്പാക്കാമെന്ന് പറഞ്ഞ് പലരും വോട്ട് വാങ്ങി പറ്റിച്ചതോടെ ദുരിതത്തിൻ്റെ പടുകുഴിയിലാണ് ഈ ജനത ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇത്തവണ വോട്ട് ബഹിഷ്കരിക്കാനുള്ള ആലോചനയിലാണ് ഇവർ. മനോഹരമായി നവീകരിച്ച AC റോഡാണിത്. എന്നാൽ അതിൻ്റെ ഒരു വശത്തുള്ള 100ഓളം കുടുംബങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. പലതവണ പട്ടയം വേണമെന്ന ആവശ്യവുമായി രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ചെന്നിട്ടും യാതൊരു കരുണയും അവർക്ക് നേരെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ഇതുള്ളൂ സാറേ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഈ കിടക്കുന്ന ഭൂമി പാമ്പുകൾക്ക് വരെ മാളമുണ്ട് കിടക്കാൻ. അത് പോയിട്ട് ഞങ്ങൾക്ക് തലയാക്കിയൊരു ഭൂമിയില്ല. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട മൊത്തം ഈ പുറമ്പോക്കി മുടക്കുവാൻ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ ആരോടും എതിരായിട്ടല്ല ഈ കാര്യം ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ വലതുവശത്തേക്ക് നോക്കിയാൽ ആ ദുരിത കാഴ്ച കാണാം. പൊട്ടിപ്പൊളിഞ്ഞതും ഷീറ്റുകൾ കൊണ്ട് കെട്ടിയതുമായ വീടുകളിൽ ഒരു ജനത താമസിക്കുന്നുണ്ട്. ആരാലും തിരിഞ്ഞു നോക്കപ്പെടാത്ത മനുഷ്യർ. പായിപ്പാട് പഞ്ചായത്തിന്റെ 1ാം വാർഡിലെ അംബേദ്കർ എന്ന സ്ഥലത്ത് 100ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവർക്ക് ആർക്കും തന്നെ പട്ടയം ലഭിച്ചിട്ടില്ല. 50 വർഷത്തോളമായി താമസിക്കുന്ന ഇവർക്ക് പട്ടയം നൽകാനാകില്ലെന്നാണ് മാറി മാറി വന്ന സർക്കാരുകൾ പറഞ്ഞത്. ഇത് പട്ടയം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം പോയിട്ടുണ്ട്. അന്നപ്പം പറഞ്ഞിരിക്കുന്നത് റോഡിന്റെ വികസനം എടുത്തിട്ട് ബാക്കിയുള്ളത് പതിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് പതിച്ച് തന്നിട്ടില്ല. പൊളിച്ചു വിടുമ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. അതുവരെ ഞങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാനുള്ള സർക്കാരിൽ നിന്ന് കിട്ടണം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന താൽക്കാലിക കൈവശരേഖ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനകത്ത് അവർ എഴുതി ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് റേഷൻ കാർഡിനും വോട്ടിനും അവകാശമുണ്ട്. പട്ടയം ലഭിക്കാത്തതിനാൽ നല്ലൊരു വീട് പോലും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. ശൗചാലയങ്ങൾ പോലും ഇല്ലാതെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. 50-55 വർഷക്കാലമായി ഈ പുറമ്പോക്കി ഞങ്ങൾ താമസക്കാരാ. ഇതുവരെ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഒരു ബാത്റൂമിന് പോലും പുറമ്പോക്കായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളിൽ വിലയുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വോട്ടാ. ആ വോട്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. പുറമ്പോക്കാന്ന് പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നമ്മുടെ ഇപ്പോഴും പ്രായമുള്ള 10, 30, 35 വയസ്സുള്ള ആമ്പിളാരും പെമ്പിളാരും എല്ലാം നമ്മുടെ വീടുകളിൽ നിൽപ്പുണ്ട്. ഒരു കല്യാണം ആലോചിച്ച് വരുമ്പോൾ അവർ പറയുന്നത് പുറമ്പോക്കാന്ന് പറയുമ്പോൾ കല്യാണം മാറിപ്പോകും. പട്ടയം നൽകണമെന്ന ആവശ്യവുമായി പല രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നിൽ ചെന്നതാണ്. എന്നാൽ ആരും തന്നെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ട് ബഹിഷ്കരിക്കാനാണ് ഇവരുടെ തീരുമാനം. വോട്ട് ബഹിഷ്കരിക്കാൻ പ്രധാന കാര്യം ഇതിന് മുന്നം ഭരിച്ചിട്ടുള്ളവരെല്ലാം ഇവിടെ വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കൈ തരുമോ, ഞങ്ങൾ അടുക്കളയിൽ കയറി കഞ്ഞി വരെ വേണമെങ്കിലും കുടിച്ചോളും. ആ രീതിയിലായിരുന്നു അവർ പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് കയറിയാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കയറി ഇരിക്കുന്നതിന് മുന്നേ തന്നെ പട്ടയം എടുത്ത് തരുമെന്നും പറഞ്ഞാൽ എല്ലാ ആൾക്കാർ വരുന്നത് വന്ന്. പക്ഷേ പിന്നെ അവരെ കാണുന്നത് അടുത്ത ഇലക്ഷൻ ആയിരിക്കും. ഈ പരാതിയെല്ലാം പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ്. അതേസമയം തന്നെ ഈ റോഡരികിൽ വൻകിടക്കാർ യഥേഷ്ടം കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിനൊരു പരിഹാരം കാണേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെയുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് ആശാ സിംഗപ്പൂർ പറയുന്നു, എല്ലാവരും ഇങ്ങനെ വിദേശ രാജ്യത്തിൻ്റെ പേരിടൽ അത് കൊള്ളാമല്ലോ, ഞാൻ നാട്ടിൽ വന്നിട്ട് വേണം സിംഗപ്പൂർ എന്നിടാൻ, എൻ്റെ നാട്ടുകാർ എന്നെ ചിലപ്പോൾ ഓടിക്കും എന്ന്. ഏതായാലും വന്ന് ആ പേരൊന്ന് ഇട്ട് നോക്കൂ. നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് അപ്പോഴറിയാം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി ഇപ്പോൾ കഴിഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ടുമൊക്കെയുണ്ട്. അവിടുത്തെ ജനപ്രതിനിധികൾ അവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നവരാണ് പ്രേക്ഷകർ പലരും. ബീന പറയുന്നു, പറ്റിക്കുന്നവർക്ക് വോട്ട് കൊടുക്കരുത്, നല്ല തീരുമാനം എന്ന കാര്യമാണ് പറയുന്നത്. അയാം ജിനു പറയുന്നു, വോട്ടിനും വിലയുണ്ട് സാറന്മാരെ എന്ന കാര്യം. ഇങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം നേതാക്കൾ അവരുടെ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുക, പിന്നീട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കുക. ഇത്തരം ജനപ്രതിനിധികളുടെ കാര്യത്തിൽ ജനങ്ങൾ ഏതായാലും ഉചിത തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ പാറമ്മൽ പ്രദേശം. ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിച്ചതല്ലാതെ വെള്ളം മാത്രം കഴിഞ്ഞ 8 വർഷമായി അവർക്ക് ലഭിച്ചിട്ടില്ല. ഒരിറ്റു വെള്ളത്തിനായി ആരെ സമീപിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ളവർ. പാറമ്മൽ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് 8 വർഷത്തിലധികം പഴക്കമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പിട്ടത്. ഈ പൈപ്പുകളെല്ലാം തന്നെ കാടുമൂടി നശിക്കുന്നതല്ലാതെ,  2014 ഇവർക്കിതുവരെ വെള്ളം ലഭിച്ചിട്ടില്ല.
പ്രദേശത്ത് 200-ലധികം വീടുകളുണ്ട്. ആ വീടുകൾക്ക് മുന്നിൽ നോക്കുകുത്തികളായി ഈ പൈപ്പുകളും. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഈ പൈപ്പുകൾ സ്ഥാപിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു കുടുംബങ്ങൾ. വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷ. പക്ഷേ വർഷങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും വെള്ളം മാത്രം ലഭിച്ചില്ല. ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതുണ്ട്. ഇതിനെ മാത്രം ആശ്രയിക്കുന്നതാണ്. അപ്പം എന്താ വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ അയക്കണം. പക്ഷെ അപ്പോൾ അത് വെള്ളം കിട്ടാത്തതുകൊണ്ടേ അപ്പം ഈ വേനലും കൂടി വരികയല്ലേ, അപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഉദ്യോഗസ്ഥർക്ക് പരാതിയും നിവേദനവും നൽകിയതാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. വേനൽക്കാലമാണ് വരാനിരിക്കുന്നത്. ഇപ്പോഴേ കിണറുകളിൽ വെള്ളം കുറഞ്ഞു തുടങ്ങി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണ്. വാഹനങ്ങളിൽ എപ്പോഴെങ്കിലും എത്തിക്കുന്ന വെള്ളമാണ് പിന്നെയുള്ള ആശ്രയം. മറ്റു ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സ്ഥാപിച്ച ജലസംഭരണിയുള്ളത് ഈ പ്രദേശത്തിനടുത്താണ്. മറ്റിടങ്ങളിലേക്ക് ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ വെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. നേരത്തെ സ്ഥാപിച്ച പൈപ്പുകളും മറ്റും കാലപ്പഴക്കം കാരണം നശിച്ച അവസ്ഥയിലാണ്. ജലവിതരണം നടക്കുകയാണെങ്കിൽ തന്നെ ഈ പൈപ്പുകളെല്ലാം തന്നെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ വിഷയം ചർച്ചയാകുന്നതാണ്. വോട്ട് ചോദിച്ചെത്തുന്നവർ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പു നൽകും. പക്ഷേ പിന്നീട് ഇതെല്ലാം മറന്ന മട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ പതിവ് മാറുമെന്ന പ്രതീക്ഷയിലാണിവർ. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തീർച്ചയായും ഈ ജനങ്ങളുടെ ഈ പ്രശ്നം, കുടിവെള്ള പ്രശ്നം എന്നത് അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യമാണ്. അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, കോഴിക്കോട് ഗോവിന്ദപുരം കുതിരവട്ടം റോഡിൽ പൈപ്പിടാൻ 2 ഭാഗവും മുറിച്ചെടുത്തതിൻ്റെ ബാക്കി സ്ലാബുകൾ ഫുട്പാത്തിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാൽനട യാത്ര വളരെ ദുഷ്കരമാണ്. ഇത് അധികൃതർ ശ്രദ്ധിക്കണം എന്നാണ് മോഹൻ പിലാത്തറ പറയുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. അതിനിടയിൽ പത്തനംതിട്ട പുല്ലാട്ട് അവിടെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നടത്തിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു നിൽക്കെയാണ് അവിടെ പുല്ലാട് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പുതിയ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? കാണാം. വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഓടി നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നത്. ജയിച്ചു കയറിയതാകട്ടെ കോൺഗ്രസിലെ 2 വനിതകളും. കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ അജിത ടീച്ചറെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ CG ആശയുമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFിൽ നിന്ന് രാജിവെച്ച് UDFിലെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഫിലിപ്പ് രാജിവെച്ച ഒഴിവിലേക്കാണ് ബ്ലോക്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അവസാന ഘട്ടത്തിൽ ഭരണ ചുമതല കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അജിത ടീച്ചർ. ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴേ ഞങ്ങൾക്ക് 3 പേർക്കായി ഡിവൈഡ് ചെയ്തതായിരുന്നു. 2 വർഷം, അടുത്ത 1.5 അതിൽ 3ാമത്തെ ടേമായിരുന്നു എനിക്ക്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ. LDF അങ്ങോട്ട് പോയതുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ പിന്നെ പ്രസിഡന്റ് പദം അയക്കേണ്ടതിന് തന്നെ എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. വളരെ സന്തോഷം. കോൺഗ്രസിൻ്റെ ഒരു അധ്യക്ഷ പദവിയോടുകൂടി നമുക്ക് ഇലക്ഷനെ ഈ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നേരിടാൻ പറ്റുന്നത് ഒരു നല്ല അനുഭവം, ഒരു നല്ല അവസരവുമായിട്ട് തന്നെ കാണുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നെയാണ് കോയിപ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുജാത രാജിവെച്ച BJPയിൽ ചേർന്നത്. ഇതോടെ കോയിപ്രം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഒഴിവ് വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം SC വനിതാ സംവരണമാണ്. കോൺഗ്രസിൽ നിന്ന് CG ആശയും P. സുജാതയും മാത്രമാണ് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആദ്യ ടൈമിൽ CG ആശയായിരുന്നു പ്രസിഡന്റ്. 2ാം ടൈമിൽ P. സുജാതയും. പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം മെമ്പർ സ്ഥാനവും P. സുജാത രാജിവെച്ചതോടെ ആശ മാത്രമായിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ആദ്യ ടൈമിൽ ഈ ഭരണസമിതി തുടങ്ങുന്ന സമയത്ത് പ്രസിഡന്റായിട്ടായിരുന്നു എനിക്ക് കിട്ടിയത് ആദ്യത്തെ ടൈം. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളൂടെ സംവരണ സീറ്റിൽ തന്നെ ആയിരുന്നു നമുക്ക് ഇത് കിട്ടിയത്. അപ്പം ആ ആൾക്ക് അടുത്ത ടൈം 2.5 കൊല്ലം ആ ആൾക്ക് തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. അത് 2023 തന്നെ നമ്മളത് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും അതിനുശേഷം P. സുജാതയായിരുന്നു പ്രസിഡൻ്റായിട്ടിരുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ
പി സുജാത രാജിവെക്കുകയും നോമിനേറ്റ് ചെയ്തത് എന്നെയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതിയ ഭരണസമിതി ചുമതലയേൽക്കും വരെ ഇരുവർക്കും അധ്യക്ഷ പദവിയിൽ തുടരാനാകും. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ കോയിപ്പുറത്ത് മാത്രമായിരിക്കും ഈ അധികാരം ഏറ്റെടുക്കൽ. അല്പായുസേ ഉള്ളൂവെങ്കിൽ പോലും ലഭിച്ച ചുമതലകൾ കൃത്യമായി നിർവഹിക്കുമെന്നാണ് ഈ രണ്ട് വനിതാ പ്രസിഡന്റുമാരും പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ പുല്ലാട് പത്തനംതിട്ട ജില്ലയിൽ അവിടെ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും പുതിയ പ്രസിഡന്റുമാരെ അവിടുത്തെ അംഗങ്ങളെല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന്. ആ വിശേഷമാണ് പ്രേക്ഷകർ കണ്ടത്. ആരിഫ് ഹാഷ്മി കളത്തൂർ എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, പ്രചാരണ ദിവസങ്ങളിൽ എല്ലാവരും നമ്മുടെ വീട്ടിലെ സുഹൃത്താണ്. വോട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ വഴിയും മറക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് എന്ന്. വാഗ്ദാനം എല്ലാം 5G സ്പീഡിലാണ്, നിറവേറ്റൽ പക്ഷേ 2G ബഫറിങ്ങിലാണ്. ജയിച്ചാൽ കൈവീശി പോകും, തോറ്റാൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് ആരിഫ് ഹാഷ്മി കളത്തൂരിൻ്റെ നിരീക്ഷണം. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. ഏതൊക്കെ തെരഞ്ഞെടുപ്പ് വന്നാലും ആരൊക്കെ ജയിച്ചു കയറിയാലും കാസർകോട്ടെ എൻഡോസൾഫാൻ കുടുംബങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷനും ചികിത്സാ സഹായങ്ങളുമൊക്കെ കൃത്യമായി ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഈ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. 3 എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉണ്ടായിരുന്ന എൻമകജെ പഞ്ചായത്തിലെ മുത്തുഅമ്മയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയാണ്. എൻമകജെ പഞ്ചായത്തിലെ പട്രെ വില്ലേജിലാണ് മുത്തുഅമ്മയുടെ വീട്. തുളുഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന കുടുംബം. മുത്തുഅമ്മയുടെ 4 മക്കളിൽ 3 പേരും എൻഡോസൾഫാൻ ദുരിതബാധിതർ. കിട്ടണ്ണ ഷെട്ടിയും ശ്രീധര ഷെട്ടിയും കുസുമവും. ഇതിൽ കുസുമവും ശ്രീധര ഷെട്ടിയും രോഗം മൂർച്ഛിച്ചു മരിച്ചു. രോഗബാധിതരിൽ ജീവിച്ചിരിക്കുന്നത് 42കാരനായ കിട്ടണ്ണ ഷെട്ടി മാത്രം. മുത്തുഅമ്മയുടെ ഭർത്താവ് ഷീനപ്പ ഷെട്ടി മരിച്ചതോടെ കുടുംബം ദുരിതത്തിലായി. പതിയെ 85കാരിയായ മുത്തുഅമ്മയ്ക്കും മകൾ സരസ്വതിക്കും രോഗം ബാധിച്ചു. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതനായ കിട്ടണ്ണ ഷെട്ടിയുടെ പാഡ്രെ വില്ലേജിലെ നായർ ബാളിക വീടിനകത്തേക്കാണ് ഞാനൊന്ന് പോകുന്നത്. ഇവിടെ അമ്മയും സഹോദരിയും കിട്ടണ്ണ ഷെട്ടിയും മാത്രമാണ് താമസം. അവർ കഴിയുന്ന മുറിയിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ഒരു പുനരധിവാസ കേന്ദ്രം വേണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാരിന് മുന്നിലുണ്ട്. അതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ വീട്ടിലെ 3 മനുഷ്യജീവനുകൾ. അസുഖബാധിതരായ 3 പേർക്കും സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പരസഹായം വേണം. ಇದ್ದಿ ಎನ್ನ ಒಳ್ಳಕೊಂಡು ಮರ್ದು ಅನ್ಕೊಳಕಲ್ಲ ಇದ್ದಿ ಉಪಯೋಗ ಅನ್ಕೊಣೆ ಅಂತ ಮೂಳೆ ಕುಳಿತು ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆ ಇಟ್ಟು ಮರ್ದು ಕೊಣತು ತಿನ್ಕೊಣೆ ಆಯ್ತು ನಡಪ್ಪೆ ಅಲ್ಲ ಬುಜ್ಜಿ ದಾಳದ್ದಿ ಬೇತ ಏರ್ಲ ಕೊಂಡಪ್ಪು ನಾನು ಸುಗೇರಸು ಏರ್ಲದ್ದಿ. എൻഡോസൾഫാൻ സമരസമിതിയുടെ ദീർഘകാലത്തെ ആവശ്യമായ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ മുത്തുഅമ്മയുടെ കുടുംബത്തിന് ആശ്വാസമാകൂ. സഹായിക്കാൻ ആരില്ല. അതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. തയ്യാറാക്കാൻ ആരില്ല. അതുകൊണ്ട് പുനരധിവാസന ഇത് ഉറപ്പായിട്ട് ചെയ്യണമെന്ന് പറയുന്ന അത്ര. അവഗണനയുടെ പാരമ്യത്തിൽ കഴിയുന്ന ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പുറത്തറിയണമെങ്കിൽ ദിവസങ്ങളെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഈ വീട്ടിലെ 3 പേരും ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ നാട്ടിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരാരും സംഘടിത വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതാണ്. ഈ 3 മനുഷ്യരുടെ ജീവിതം ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നു. വിജയ് ഷണങ്കൂറിനൊപ്പം എൻമകജയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. പൊതുജനം കഴുതയല്ല സാർ. എൻമകജെ
ഗ്രാമപഞ്ചായത്തിലെ ഇവരുടെ ദുരിതം അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം. പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്, കാലാവസ്ഥ എന്താണ് ഏറ്റവും പുതിയ വിവരം എന്ന്. വൈകിട്ട് 4:31 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റേതായി ചില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 3 മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു വിശേഷത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന നഗരമായ കായംകുളം ചെറിയൊരു മഴ പെയ്താൽ വെള്ളത്തിലാകുന്ന അവസ്ഥയാണ്. ഓടകളുടെ അറ്റകുറ്റപ്പണി നടത്താത്തതും മാലിന്യ നീക്കം കാര്യക്ഷമമാക്കാത്തതും നഗരത്തെ ദുരിതത്തിലാഴ്ത്തി. ഇന്നലത്തെ മഴയിൽ ആശുപത്രികളിലും സർക്കാർ ഓഫീസുകളിലും വെള്ളം കയറിയതോടെ പ്രവർത്തനം തന്നെ അവതാളത്തിലായി. കായംകുളം പോലെ വലിയൊരു നഗരത്തിലാണ് ചെറിയ മഴ പെയ്താൽ വെള്ളം വലിയ പ്രതിസന്ധിയാകുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി. മഴ പെയ്യുന്നത് മാത്രമല്ല പ്രശ്നം, പെയ്ത വെള്ളം ഒഴുകിപ്പോകാൻ കായംകുളം നഗരത്തിൽ ഒരു മാർഗവുമില്ല. ഓടകളിലെ വെള്ളമൊഴുക്ക് നിലച്ചു, മാലിന്യം കെട്ടിക്കിടക്കുന്നതാണ് തടസ്സം. ഓട നവീകരണം കൃത്യമായി നടക്കാത്തത് മഴക്കാലത്തുണ്ടാക്കിയത് ചില്ലറ പ്രതിസന്ധിയല്ല. നഗരഹൃദയം തോടായി. ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി, വീടുകളും വെള്ളത്തിനടിയിൽ. കായംകുളത്ത് നല്ലൊരു മഴ പെയ്താൽ പടിഞ്ഞാറൻ മേഖല ആകമാനം വെള്ളക്കെട്ടിലായി പോകും. ഈ വെള്ളക്കെട്ടിലാകുന്നതിന്റെ പ്രധാന കാരണം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു നന്നായി ആ പ്രദേശത്തെ കുറിച്ച് വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് നന്നായി പഠനം നടത്തിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ മഴകളിൽ പോലും അതീവ ഗുരുതരമായ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്. തിരക്കൊഴിയാത്തതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നാണ് കായംകുളം നഗരസഭയുടെ വിശദീകരണം. നഗരസഭ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പും പറയുന്നു. കായംകുളത്ത് തിരക്കൊഴിഞ്ഞിട്ട് എന്ന് ഓട നവീകരണം നടക്കുമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. വെള്ളത്തിനടിയിലാണ് 3-ാം വാർഡ്, 2-ാം വാർഡ്, 39-ാം വാർഡ്, 40-ാം വാർഡ് തുടങ്ങിയ വാർഡുകൾ വെള്ളത്തിനടിയിലാണ്. അതുപോലെ തന്നെ 4-5-ലും വളരെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെ വർക്ക്ഷോപ്പുകാർക്ക്, ഹോട്ടലുകൾ, 2-3 ഹോട്ടൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്ന് ഈ വെള്ളക്കെട്ട് മുഖാന്തരം. ഒരു കാരണവശാലും ജനങ്ങളോട് നീതിയുള്ള ഒരു ഭരണ സംവിധാനമല്ല ഈ പട്ടണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. അതും നടന്നില്ല. ഒരു കാരണവശാലും നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് വർഷങ്ങളായിട്ട് ഐക്യദേശ നിവാസികൾ, അതുപോലെ പള്ളിയുടെ ഭാഗങ്ങളിലേക്ക്, കൊച്ചുപള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്ന നിവാസികൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് ഈ അശാസ്ത്രീയമായ റോഡ് പണിയും ഓട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട്. കാരണം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടപ്പം വെള്ളം നീന്തിയെത്തിയാണ് സ്ഥാനാർത്ഥികൾ പലരും വോട്ടഭ്യർത്ഥിക്കുന്നത്. ഒപ്പം ഒരു വാഗ്ദാനം കൂടി, ഓടപ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന്. 5 വർഷം മുമ്പേ കേട്ട ഡയലോഗ് ആയതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ അതിശയവുമില്ല. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എബ്രഹാം തോമസ് പറയുന്നു, ഒരു മഴയിൽ തന്നെ കായംകുളം വെള്ളത്തിലാകുന്നു എന്ന്. സീന മുഹമ്മദ് പറയുന്നു, അശാസ്ത്രീയ നിർമ്മാണം തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കുളമുണ്ടാകാൻ കാരണമെന്ന്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്.